യഹോവ പിന്നെയും മോശയോടും അഹറോനോടും അരുളി ചെയ്തത്, നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഭൂമിയിലുള്ള സകല മൃഗങ്ങളിലും നിങ്ങൾക്ക് തിന്നാകുന്ന മൃഗങ്ങൾ ഇവ. മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നിരിക്കുന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നതും അയവിറക്കുന്നതുമായതൊക്കെയും നിങ്ങൾക്ക് തിന്നാം. എന്നാൽ അയവിറക്കുന്നവയിലും കുളമ്പ് പിളർന്നിരിക്കുന്നവയിലും നിങ്ങൾ തിന്നരുതാത്തവ ഇവ. ഒട്ടകം അയവിറക്കുന്നുവെങ്കിലും കുളമ്പ് പിളർന്നതല്ലായക കൊണ്ട് അത് നിങ്ങൾക്ക് അശുദ്ധം. കുഴിമുയൽ അയവിറക്കുന്നുവെങ്കിലും കുളമ്പ് പിളർന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. മുയൽ അയവിറക്കുന്നുവെങ്കിലും കുളമ്പ് പിളർന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. പന്നി കുളമ്പ് പിളർന്നതായി കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നത് തന്നെയെങ്കിലും അയവിറക്കുന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. ഇവയുടെ മാംസം നിങ്ങൾ തിന്നരുത്, പിണം തൊടുകയും അരുത്, ഇവ നിങ്ങൾക്ക് അശുദ്ധം. വെള്ളത്തിലുള്ള എല്ലാറ്റിലും വെച്ച് നിങ്ങൾക്ക് തിന്നാകുന്നവ ഇവ. കടലുകളിലും നദികളിലും ഉള്ള വെള്ളത്തിൽ ചിറകും ചെതുമ്പലും ഉള്ളവ ഒക്കെയും നിങ്ങൾക്ക് തിന്നാം. എന്നാൽ കടലുകളിലും നദികളിലുമുള്ള വെള്ളത്തിൽ ചലനം ചെയ്യുന്ന എല്ലാറ്റിലും വെള്ളത്തിലുള്ള സകല ജന്തുക്കളിലും ചിറകും ചെതുമ്പലുമില്ലാത്തത് ഒക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം. അവ നിങ്ങൾക്ക് അറപ്പായി തന്നെ ഇരിക്കണം. അവയുടെ മാംസം തിന്നരുത്, അവയുടെ പിണം നിങ്ങൾക്ക് അറപ്പായിരിക്കണം. ചിറകും ചെതുമ്പലും ഇല്ലാതെ വെള്ളത്തിൽ ഉള്ളതൊക്കെയും നിങ്ങൾക്ക് അറപ്പ് ആയിരിക്കണം. പക്ഷികളിൽ നിങ്ങൾക്ക് അറപ്പായിരിക്കേണ്ടുന്നവ ഇവ. അവയെ തിന്നരുത്, അവ അറപ്പ് ആകുന്നു. കഴുകൻ, ചെമ്പരുന്ത്, കടൽ റാഞ്ചൻ, ഗൃധ്രം, അതത് വിധം പരുന്ത്, അതത് വിധം കാക്ക, ഒട്ടകപ്പക്ഷി, പുള്ളു, കടൽക്കാക്ക, അതത് വിധം പ്രാപ്പിടിയൻ, നത്ത്, നീർക്കാക്ക, കൂമൻ, മൂങ്ങ, വേഴാമ്പൽ, കുടുമ്മച്ചാത്തൻ, പെരിഞ്ഞാറ, അതത് വിധം കൊക്ക്, കുളക്കോഴി, നരിച്ചീർ എന്നിവയും ചിറകുള്ള ഇഴജാതിയിൽ 4 കാൽ കൊണ്ട് നടക്കുന്നതൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം. എങ്കിലും ചിറകുള്ള ഇഴജാതിയിൽ 4 കാൽ കൊണ്ട് നടക്കുന്ന എല്ലാറ്റിലും നിലത്ത് കുതിക്കേണ്ടതിന് കാലിന്മേൽ തുട ഉള്ളവയെ നിങ്ങൾക്ക് തിന്നാം. ഇവയിൽ അതത് വിധം വെട്ടുകിളി, അതത് വിധം വിട്ടിൽ, അതത് വിധം ചീവിട്, അതത് വിധം തുള്ളൻ എന്നിവയെ നിങ്ങൾക്ക് തിന്നാം. ചിറകും 4 കാലുമുള്ള ശേഷം ഇഴജാതിയൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം. അവയാൽ നിങ്ങൾ അശുദ്ധരാകും. അവയുടെ പിണം തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അവയുടെ പിണം വഹിക്കുന്നവനെല്ലാം വസ്ത്രം അലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. കുളമ്പ് പിളർന്നതെങ്കിലും കുളമ്പ് രണ്ടായി പിരിയാതെയും അയവിറക്കാതെയും ഇരിക്കുന്ന സകല മൃഗവും നിങ്ങൾക്ക് അശുദ്ധം. അവയെ തൊടുന്നവനെല്ലാം അശുദ്ധൻ ആയിരിക്കണം. 4 കാൽ കൊണ്ട് നടക്കുന്ന സകല മൃഗങ്ങളിലും ഉള്ളംകാൽ പതിച്ച് നടക്കുന്നവ ഒക്കെയും നിങ്ങൾക്ക് അശുദ്ധം. അവയുടെ പിണം തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അവയുടെ പിണം വഹിക്കുന്നവൻ വസ്ത്രം അലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അവ നിങ്ങൾക്ക് അശുദ്ധം. നിലത്ത് ഇഴയുന്ന ഇഴജാതിയിൽ നിങ്ങൾക്ക് അശുദ്ധമായവ ഇവ. പെരിച്ചാഴി, എലി, അതത് വിധം ഉടുമ്പ്, അളുങ്ക്, ഓന്ത്, പല്ലി, അരണ, തുരവൻ. എല്ലാ ഇഴജാതിയിലും വെച്ച് ഇവ നിങ്ങൾക്ക് അശുദ്ധം. അവ ചത്തശേഷം അവയെ തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. ചത്തശേഷം അവയിൽ ഒന്ന് ഏതിന്മേലെങ്കിലും വീണാൽ അതൊക്കെയും അശുദ്ധമാകും. അത് മരപാത്രമോ വസ്ത്രമോ തോലോ ചാക്കുശീലയോ വേലയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രമോ എന്തായാലും വെള്ളത്തിലിടേണം. അത് സന്ധ്യ വരെ അശുദ്ധമായിരിക്കണം, പിന്നെ ശുദ്ധമാകും. അവയിൽ യാതൊന്നെങ്കിലും ഒരു മൺപാത്രത്തിനകത്ത് വീണാൽ അതിനകത്തുള്ളത് ഒക്കെയും അശുദ്ധമാകും. നിങ്ങൾ അത് ഉടച്ചു കളയണം. തിന്നുന്ന വല്ല സാധനത്തിന്മേലും ആ വെള്ളം വീണാൽ അത് അശുദ്ധമാകും. കുടിക്കുന്ന വല്ല പാനീയവും ആ വക പാത്രത്തിൽ ഉണ്ടെങ്കിൽ അത് അശുദ്ധമാകും. അവയിൽ ഒന്നിൻ്റെ പിണം വല്ലതിന്മേലും വീണാൽ അത് ഒക്കെയും അശുദ്ധമാകും. അടുപ്പോ തീച്ചട്ടിയോ ഇങ്ങനെ എന്തായാലും അത് തകർത്തു കളയണം. അവ അശുദ്ധമാകുന്നു. അവ നിങ്ങൾക്ക് അശുദ്ധം ആയിരിക്കണം. എന്നാൽ നീരുറവും വെള്ളമുള്ള കിണറും ശുദ്ധമായിരിക്കും. പിണം തൊടുന്നവനോ അശുദ്ധനാകും. വിതയ്ക്കുന്ന വിത്തായ വല്ല ധാന്യത്തിന്മേലും അവയിൽ ഒന്നിൻ്റെ പിണം വീണാലും അത് ശുദ്ധമായിരിക്കും. എന്നാൽ വിത്തിൽ വെള്ളമൊഴിച്ചിട്ട് അവയിൽ ഒന്നിൻ്റെ പിണം അതിന്മേൽ വീണാൽ അത് അശുദ്ധം. നിങ്ങൾക്ക് തിന്നാകുന്ന ഒരു മൃഗം ചത്താൽ അതിൻ്റെ പിണം തൊടുന്നവൻ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അതിൻ്റെ പിണം തിന്നുന്നവൻ വസ്ത്രം അലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അതിൻ്റെ പിണം വഹിക്കുന്നവനും വസ്ത്രം അലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. നിലത്ത് ഇഴയുന്ന ഇഴജാതിയെല്ലാം അറപ്പാകുന്നു, അതിനെ തിന്നരുത്. ഉരസുകൊണ്ട് ചരിക്കുന്നതും 4 കാൽ കൊണ്ട് നടക്കുന്നതും അല്ലെങ്കിൽ അനേകം കാലുള്ളതായി നിലത്ത് ഇഴയുന്നതുമായ യാതൊരു ഇഴജാതിയെയും നിങ്ങൾ തിന്നരുത്, അവ അറപ്പാകുന്നു. യാതൊരു ഇഴജാതിയെ കൊണ്ടും നിങ്ങളെ തന്നെ അറപ്പാക്കരുത്,
അവയാൽ നിങ്ങൾ മലിനപ്പെടുമാറ് നിങ്ങളെ തന്നെ അശുദ്ധമാക്കുകയും അരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. ഭൂമിയിൽ ഇഴയുന്ന യാതൊരു ഇഴജാതിയാലും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച യഹോവ ആകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം. ശുദ്ധവും അശുദ്ധവും തമ്മിലും തിന്നാകുന്ന മൃഗത്തെയും തിന്നരുതാത്ത മൃഗത്തെയും തമ്മിലും വകതിരിക്കേണ്ടതിന് ഇത് മൃഗങ്ങളെയും പക്ഷികളെയും വെള്ളത്തിൽ ചലനം ചെയ്യുന്ന സകല ജന്തുക്കളെയും നിലത്ത് ഇഴയുന്ന ജന്തുക്കളെയും പറ്റിയുള്ള പ്രമാണം ആകുന്നു. ഇത്രയുമാണ് നമ്മുടെ ഈ ആഴ്ചത്തെ അധ്യായം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രവർത്തിക്കട്ടെ, അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. ദൈവം ഒരാഴ്ച കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരികയാണെങ്കിൽ അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ദൈവകൃപ നമ്മോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക. ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ദിവസത്തിൽ ആകെ 5 മിനിറ്റ് മാത്രം ചിലവാക്കിക്കൊണ്ട് ഇതിൽ പങ്കാളികളാകാം. ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു പ്രോഗ്രാമായിരിക്കാം. ഇതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്യുക. ഒരുപക്ഷെ അതുവഴി നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമാകാം. ആദ്യം മുതൽ തന്നെ ബൈബിൾ വായിച്ചു തുടങ്ങുന്നതിനായി ഒരു ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ്. അതുവഴി നിങ്ങൾക്ക് ബൈബിൾ ആദ്യം മുതൽക്കേ വായിക്കുവാൻ സാധിക്കും. ഇനിയുള്ള വചനങ്ങൾ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ അറിയുവാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇതിലൂടെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി അനുഭവിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.